8th സ്റ്റാൻഡേർഡ് മാത്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ സ്ക്വയർ ഐഡൻറ്റിറ്റീസ് എന്ന ചാപ്റ്ററിൽ പേജ് നമ്പർ 54 കൊടുത്തിട്ടുള്ള നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കമ്പ്യൂട്ട് ദി ഫോളോയിങ് പ്രൊഡക്ട്സ് ബൈ റൈറ്റിംഗ് ദം ആസ് ദി ഡിഫറൻസ് ഓഫ് ടു സ്ക്വയേഴ്സ്. ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഗുണനഫലങ്ങളെ രണ്ട് വർഗങ്ങളുടെ വ്യത്യാസമായി എഴുതി കണക്കാക്കുക. അപ്പൊ അതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ 78 × 22. അപ്പൊ ഇത് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ബൈ 2 ദി ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ബൈ 2 ദി ഹോൾ സ്ക്വയർ. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഇതിന്റെ പ്രൊഡക്റ്റ് കാണേണ്ടത്. അപ്പൊ ഇതിനകത്ത് എക്സ് എന്താണ് 78, വൈ 22. അപ്പം ഇതേപോലെ നമുക്കിനി ഇതിനെ എഴുതാം. അപ്പം എങ്ങനെ എഴുതാം? 78 × 22 ഇസ് ഈക്വൽ ടു എക്സിൻ്റെ സ്ഥാനത്ത് 78 അല്ലേ, അപ്പോൾ 78 പ്ലസ് വൈൻ്റെ സ്ഥാനത്ത് 22 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 78 മൈനസ് വൈൻ്റെ സ്ഥാനത്ത് 22 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 78ക്ക് 22 ആഡ് ചെയ്യുക. എന്താ വരിക? 78 പ്ലസ് 22, 8ഉം 2ഉം കൂട്ടിയാൽ 10 അല്ലേ, ബാക്കി 1 ഉണ്ടാവും. 7ഉം 2ഉം കൂട്ടിയാൽ 9 കിട്ടും, 9ക്ക് 1 കൂട്ടിയാൽ 10ഉം കിട്ടും. അപ്പോൾ ഇവിടെ 100 കിട്ടും. 100/2 സ്ക്വയർ മൈനസ് ഇനി ഇവിടെ 78ന്ന് 22 കുറക്കുക. അപ്പോൾ 78 മൈനസ് 22, 8ന്ന് 2 പോയാൽ 6, 7ന്ന് 2 പോയാൽ 5. അപ്പോൾ 56/2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 50 അല്ലേ, അപ്പോൾ 50 സ്ക്വയർ മൈനസ് 56നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 56 ഡിവൈഡഡ് ബൈ 2, 5ൽ 2, 2 പ്രാവശ്യം 2 × 2 4, 5ന്ന് 4 പോയാൽ ബാക്കി 1 ഉണ്ടാവും. 6 ഇറക്കി എഴുതുക. 16ൽ 2, 8 പ്രാവശ്യം 2 × 8 16. അപ്പോൾ ഇവിടെ 28 ആണ് കിട്ടുക. അപ്പോൾ 28 സ്ക്വയർ. 50ൻ്റെ സ്ക്വയർ എന്താ? 50ൻ്റെ സ്ക്വയർ കാണാൻ 50 × 50 മൈനസ് 28ൻ്റെ സ്ക്വയർ 28 × 28 അല്ലേ. അപ്പോൾ ഇത് കാണാൻ നമുക്ക് ഈസിയാണ്. 5ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 25, 2 0 അല്ലേ, ആ 2 0 ഇട്ട് കൊടുക്കുക. മൈനസ് 28 × 28 എന്താ വരിക? 28 × 28, 8 × 8 64ന് 4, ബാക്കി 6 ഉണ്ടാവും. 2 × 8 16 വരും. 16ക്ക് 6 ആഡ് ചെയ്താൽ 22 വരും. ഇനി 2 × 8 16, ബാക്കി 1, 2 × 2 4, 4ക്ക് 1 കൂട്ടിയാൽ 5. ഇനി ഇത് കൂട്ടുക. അപ്പം 4, 6ക്ക് 2 കൂട്ടിയാൽ 8, 5ഉം 2ഉം 7, 784 കിട്ടും. ഇനി 2500ന്ന് 784 കുറക്കുക. അപ്പോൾ 2500 മൈനസ് 784 കുറക്കുക. അപ്പോൾ 0ന്ന് 4 പോസിബിൾ അല്ല, അപ്പോൾ ഇവിടെയും 0 ആണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ 5ന്ന് 1 ഇങ്ങോട്ട് കടമെടുക്കുക. അപ്പോൾ ഇവിടെ 4 ആവും, ഇവിടെ 10 അല്ലേ വരിക. 10ന്ന് വീണ്ടും 1 ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇവിടെ 10 ആവും, ഇവിടെ 9 ആവും. ഇനി 10ന്ന് 4 പോയാൽ 6 കിട്ടും. 9ന്ന് 8 പോയാൽ 1 കിട്ടും. 4ന്ന് 7 പോകൂല, അപ്പോൾ ഇവിടുന്ന് 1 ഇങ്ങോട്ട് കടമെടുക്കുമ്പോൾ 14 ആവും. 14ന്ന് 7 പോയാൽ ബാക്കി 7 ഉണ്ടാവും. ഇവിടെ പിന്നെ 1 അല്ലേ ബാക്കി ഉണ്ടാവുക, 1 ഇങ്ങോട്ട് എടുത്തില്ലേ. അപ്പോൾ 1716 ഇതിൻ്റെ പ്രൊഡക്റ്റ് കിട്ടുക. നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. ഇനി അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 301 × 299. അപ്പോൾ ഇക്വേഷൻ എന്താണ്? എക്സ് × വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ബൈ 2 ദി ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ബൈ 2 ദി ഹോൾ സ്ക്വയർ. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 301ഉം വൈൻ്റെ സ്ഥാനത്ത് 299. പിന്നെ നമുക്ക് ഇതിനെ ഇതേപോലെ എഴുതാം. അപ്പോൾ 301 × 299 ഇസ് ഈക്വൽ ടു എക്സിൻ്റെ സ്ഥാനത്ത് 301 പ്ലസ് 299 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് എക്സിൻ്റെ സ്ഥാനത്ത് 301 മൈനസ് വൈൻ്റെ സ്ഥാനത്ത് 299 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇത് രണ്ടും കൂടെ കൂട്ടുക. 301ഉം 299, 301 പ്ലസ് 299,
9 1 കൂട്ടിയാൽ 10 വരിക, 0 ബാക്കി 1. 9 1 കൂട്ടിയാൽ 10, 0 ബാക്കി 1. 3 2 കൂട്ടിയാൽ 5, 5 1 കൂട്ടിയാൽ 6. അപ്പോൾ ഇവിടെ 600 വരും. 600/2 ഹോൾ സ്ക്വയർ മൈനസ് ഇവിടെ 301 299 പോയാൽ ബാക്കി എത്ര ഉണ്ടാവും? 2 അല്ലേ? 299 300 301. അപ്പോൾ ഇതിന് ഇത് പോയാൽ 2 കിട്ടുക. അപ്പോൾ 2/2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇനി ഇവിടെ നോക്കൂ, 600നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ വരിക? 300 അല്ലേ വരിക? അപ്പോൾ 300 സ്ക്വയർ മൈനസ് 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 വരും. അപ്പോൾ 1 സ്ക്വയർ. ഇനി 300ൻ്റെ സ്ക്വയർ എന്താണ്? 300 × 300 അല്ലേ? അതായത് 300 × 300 മൈനസ് 1ൻ്റെ സ്ക്വയർ 1. അപ്പോൾ ഇതിനെങ്ങനെ ചെയ്യാം? 3 × 3 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 9 കിട്ടും. ഇനി ഇവിടെ 2 0 ഉണ്ട്, അതിട്ട് കൊടുക്കുക. ഇവിടെ 2 0 ഉണ്ട്, അതിട്ട് കൊടുക്കുക. -1. 90,000 നിന്ന് 1 കുറക്കുക. 89,999 അല്ലേ വരിക? ഇതാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുക. ഇനി അതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 2 1/3 × 1 2/3. ഇതൊരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഈ 2ഉം 3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, അതിലേക്ക് 1 ആഡ് ചെയ്യുക. അപ്പോൾ 2 × 3 6, 6ക്ക് 1 കൂട്ടിയാൽ 7. അത് ന്യൂമറേറ്റർ ആക്കി എഴുതുക. ഇവിടെയുള്ള ഡിനോമിനേറ്റർ തന്നെ താഴെട്ട് കൊടുക്കുക. ഇൻറ്റു ഇതിനെ 1 × 3 3 കിട്ടും. 3ക്ക് 2 ആഡ് ചെയ്താൽ 5. അപ്പോൾ 5/3. ഇനി നമ്മൾ ഇക്വേഷൻ എന്താണ്? x × y = x + y/2 ദി ഹോൾ സ്ക്വയർ മൈനസ് x - y/2 ദി ഹോൾ സ്ക്വയർ. ഇനി ഇത് യൂസ് ചെയ്തിട്ട് നമുക്കിത് ചെയ്യാമല്ലോ. ഇവിടെ x എന്താണ്? 7/3. y ആണെന്നുണ്ടെങ്കിൽ 5/3. അപ്പോൾ 7/3 × 5/3 ഇസ് ഈക്വൽ ടു, ഇതേപോലെ എഴുതുക. എക്സിൻ്റെ സ്ഥാനത്ത് 7/3 പ്ലസ് വൈൻ്റെ സ്ഥാനത്ത് 5/3 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് എക്സിൻ്റെ സ്ഥാനത്ത് 7/3 മൈനസ് വൈൻ്റെ സ്ഥാനത്ത് 5/3 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു. ഇനി ഇവിടെ നോക്കൂ, നമുക്ക് ഈ രണ്ടിനകത്തും ഡിനോമിനേറ്റർ സെയിം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്തിട്ട് ഈ കോമൺ ഡിനോമിനേറ്റർ ഇട്ട് കൊടുക്കാം. അപ്പോൾ 7ഉം 5ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 12 കിട്ടും. 12/3 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് ഇവിടെയാണെന്നുണ്ടെങ്കിലോ ഇവിടെയും ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. അപ്പോൾ ന്യൂമറേറ്റർ തമ്മിൽ കുറച്ചിട്ട് ഈ കോമൺ ഡിനോമിനേറ്റർ ഇട്ട് കൊടുക്കുക. അപ്പോൾ 7ന്ന് 5 പോയാൽ ബാക്കി 2 ഉണ്ടാവും. 2/3 ഹോൾ ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ കിട്ടും. ഇനി ഇവിടെ 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. 12ൽ 3 4 പ്രാവശ്യമല്ലേ? അപ്പോൾ 4/2 കിട്ടും ഹോൾ സ്ക്വയർ മൈനസ് ഇവിടെയാണെന്നുണ്ടെങ്കിലോ ഈ 2/3 ഡിവൈഡഡ് ബൈ 2 എന്നാണ്. അതായത് 2/3 ഡിവൈഡഡ് ബൈ 2. നമുക്ക് ഏത് നമ്പറിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? അപ്പോൾ ഈ 2നെ നമുക്ക് 2/1 എന്ന് എഴുതാലോ. ഇനി നമ്മൾ 2 ഫ്രാക്ഷണൽ നമ്പറിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക? അതിൻ്റെ ഡിവൈസറിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ വിൽക്രം എടുക്കുക. അതായത് 2/3 ഇതല്ലേ ഡിവൈസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇൻറ്റു റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററും ആക്കി എഴുതുക, ഡിനോമിനേറ്റർ ന്യൂമറേറ്ററും ആക്കി എഴുതുക. വിൽക്രമം എന്ന് പറയും. അപ്പോൾ 1/2 കിട്ടും. അപ്പോൾ ഇതെങ്ങനെ വരും? 2 × 1 2 ഡിവൈഡഡ് ബൈ 3 × 2 6 2/6. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2/6 എന്ന് എഴുതാം. 2/6 സ്ക്വയർ ഇസ് ഈക്വൽ ടു 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. എന്ത് വരും? 2 അല്ലേ വരിക? 4ൽ 2 2 പ്രാവശ്യമാണ്. അപ്പോൾ 2 സ്ക്വയർ മൈനസ് ഇവിടെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3യും കിട്ടും. അതായത് ഇതിനെ ചെറുതാക്കി കഴിഞ്ഞാൽ 1/3 കിട്ടും. 2/6 അല്ലേ? 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടൂലേ? 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3യും കിട്ടും. അതാണ് നമുക്കിവിടെ കിട്ടിയത് 1/3. ഇനി 1/3ൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2ൻ്റെ സ്ക്വയർ എന്താ? 4 അല്ലേ? മൈനസ് 1/3ൻ്റെ സ്ക്വയർ എന്താ? 1 സ്ക്വയർ 1 വരും ഡിവൈഡഡ് ബൈ 3ൻ്റെ സ്ക്വയർ 9ഉം വരും.
അപ്പോൾ നമുക്കിവിടെ ഡിനോമിനേറ്റർ രണ്ടിനും ഡിഫറൻ്റ് ആണ് അല്ലേ. ഇവിടെ 1 ആണ് വരിക. ഏത് നമ്പറിനെ നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 4/1 മൈനസ് 1/9 ആണ്. അപ്പോൾ ഇതിനെന്താ ചെയ്യേണ്ടത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 9 4 × 9 മൈനസ് ഇത് 1 × 1 1 × 1 ഡിവൈഡഡ് ബൈ ഈ 1ഉം 9ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? 4 × 9 36 മൈനസ് 1 × 1 1 ബൈ 1 × 9 9 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 36 1 പോയാൽ 35 അല്ലേ വരിക. 35 ഡിവൈഡഡ് ബൈ 9. അപ്പം ഇതാണ് നമുക്ക് ആൻസർ കിട്ടുക. ഇനി ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി എഴുതാം. ഇവിടെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും കൂടുതലാണ്, അംശം ഛേദത്തെക്കാളും കൂടുതലാണ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇതേ രൂപത്തിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? അതായത് 35നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 35ൽ 9 എത്ര പ്രാവശ്യമുണ്ട്? 3 പ്രാവശ്യമല്ലേ. 3 × 9 27 ആണ് വരിക. ഇനി 35ൽ നിന്ന് 27 പോയാൽ 8 ആണല്ലോ കിട്ടുക. അപ്പോൾ 8 വരും. പിന്നെ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ഇവിടെ നമുക്ക് കിട്ടിയ കോഷ്യൻ്റ്, അതായത് ആൻസർ എത്രയാണ്? 3 അല്ലേ. അപ്പോൾ അത് 3. ഇനി ഇവിടെ കിട്ടിയ റിമൈൻഡർ 8 അല്ലേ, അത് ന്യൂമറേറ്റർ ആക്കി എഴുതുക. ഡിവൈഡഡ് ബൈ ഇവിടെ ഉള്ള ഡിനോമിനേറ്റർ തന്നെ 9 അതിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ പ്രൊഡക്റ്റ് കിട്ടുക. ഇനി അതിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ 10.7 × 9.3. ഇക്വേഷൻ എന്താണ്? x × y = x + y/2 മൈനസ് x - y/2 അപ്പോൾ ഇവിടെ x 10.7 y 9.3. ഇനി ഇതേപോലെ നമുക്ക് ഇതിനെ എഴുതാം. അപ്പോൾ 10.7 × 9.3 = എക്സിൻ്റെ സ്ഥാനത്ത് 10.7 പ്ലസ് 9.3 ഡിവൈഡഡ് ബൈ 2 മൈനസ് ഇനി എക്സിൻ്റെ സ്ഥാനത്ത് 10.7 മൈനസ് വൈൻ്റെ സ്ഥാനത്ത് 9.3 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടെ കൂട്ടുക. 10.7ഉം 9.3ഉം കൂടെ കൂട്ടുക. 7ഉം 3ഉം 10 അല്ലേ. അപ്പോൾ ഇവിടെ 0 ഇട്ട് കൊടുക്കുക, ബാക്കി 1 ഉണ്ടാവും. ഡെസിമൽ ഇട്ട് കൊടുക്കുക. 9 1ഉം കൂട്ടിയാൽ 10 ആണ്. 0 ഇട്ട് കൊടുക്കുക, ബാക്കി 1 ഉണ്ടാവും. 1 1ഉം കൂട്ടിയാൽ 2. അപ്പോൾ ഇവിടെ എന്ത് വരും? 20.0 എന്ന് പറഞ്ഞാൽ 20 ആണ് വരിക. 20/2 മൈനസ് ഇനി 10.7 നിന്ന് 9.3 കുറക്കുക. 10.7 നിന്ന് 9.3 കുറക്കുക. 7 നിന്ന് 3 പോയാൽ ബാക്കി 4 ഉണ്ടാവും. പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇവിടെ 10 നിന്ന് 9 പോയാൽ ബാക്കി 1 അല്ലേ. അപ്പോൾ 1.4 ആണ് വരിക. അപ്പോൾ ഇവിടെ 1.4 ഡിവൈഡഡ് ബൈ 2 വരും. ഇസ് ഈക്വൽ ടു 20നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 അല്ലേ വരിക. അപ്പോൾ 10² മൈനസ് 1.4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 14നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 അല്ലേ വരിക. അപ്പോൾ 1.4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0.7 ആണ് വരിക. അപ്പോൾ ഇവിടെ 0.7² കിട്ടും. ഇസ് ഈക്വൽ ടു 10ൻ്റെ സ്ക്വയർ എന്താ? 10 × 10 100 അല്ലേ വരിക. മൈനസ് ഇനി 0.7ൻ്റെ സ്ക്വയർ, അതായത് 0.7 × 0.7. അപ്പോൾ ഇത് ഡെസിമൽ ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 7 × 7 7 × 7 49 അല്ലേ വരിക. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ രണ്ടോടത്തും കൂടെ ഡെസിമലിന് ശേഷം 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസറിനകത്തും ഡെസിമലിന് ശേഷം 2 ഡിജിറ്റ് വേണം. അപ്പോൾ 0.49 കിട്ടും. അപ്പോൾ ഇവിടെ 0.49. ഇനി എന്ത് ചെയ്യുക? 100 നിന്ന് 0.49 കുറക്കുക. 99.51 കിട്ടും. എങ്ങനെയാ ചെയ്യുക? 100 ഡെസിമൽ കഴിഞ്ഞിട്ട് 2 0 ഇട്ട് കൊടുക്കാം. ഇനി 0.49 അല്ലേ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എഴുതേണ്ടത് 0.49. ഇനി കുറക്കുക. 0 നിന്ന് 9 കുറക്കാൻ പോസിബിൾ അല്ല, ഇവിടെയൊക്കെ 0 ആണുള്ളത് അല്ലേ. അപ്പോൾ ഈ 1 ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ 10 ആയി മാറും. 10 നിന്ന് 1 ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവിടെ 9 ആയി മാറും, ഇവിടെ 10 ആയി മാറും. എന്നിട്ട് ഈ 10 നിന്ന് 1 ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവിടെ 10 ആവും, ഇവിടെ 9 ആവും. ഇവിടെ ഈ 10 നിന്ന് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവിടെ 10 ആയി മാറും, ഇവിടെ 9 ആയി മാറും. ഇവിടെ 0 അല്ലേ ഉണ്ടാവുക. ഇനി സബ്ട്രാക്ട് ചെയ്യുക. 10 നിന്ന് 9 പോയാൽ ബാക്കി 1 ഉണ്ടാവും. 9 നിന്ന് 4 പോയാൽ ബാക്കി 5 ഉണ്ടാവും. ഡെസിമൽ ഇട്ട് കൊടുക്കുക. ഇനി ഇവിടെ 9 നിന്ന് ഇവിടെ 0 അല്ലേ ഉള്ളത്. അപ്പോൾ 9 നിന്ന് 0 പോയാൽ 9, ഇവിടെയും 0 ആണുള്ളത്. അപ്പോൾ 9 നിന്ന് 0 പോയാൽ 9.
അപ്പോൾ നമുക്ക് 99.51 ആണ് ഇതിൻ്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഗുണനഫലം കിട്ടുക.